ഹായ് ഓൾ, മൈൽസ് ആൻഡ് മൊമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മൂന്നാർ വട്ടവട പഴത്തോട്ടം റൂട്ടിലെ ക്യാമ്പ് നോയൽ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. ഇത് പൊതുവെ അറിയപ്പെടുന്നത് കേരളത്തിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ്. അതിവിടെ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്കും മനസ്സിലായി, ശരിക്കും യൂറോപ്യൻ രീതിയിലുള്ള ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ഈ കാണുന്നത് ഇതിന്റെ റിസപ്ഷൻ ഏരിയ ആണ്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ ഇവിടെ കിടക്കുന്ന ഈ ജീപ്പിലാണ് നമ്മുടെ കോട്ടേജുകളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ലഗേജ് ഒക്കെ അവർ പിക്ക് ചെയ്യും. ഈ ഒരു റിസപ്ഷൻ ഏരിയയോട് ചേർന്ന് തന്നെയാണ് റെസ്റ്റോറന്റ് വരുന്നത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിരുന്നു. ഏകദേശം 20 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ നമുക്കായിട്ട് ഒരുപാട് കാഴ്ചകൾ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ റിസോർട്ടിന്റെ ഇമേജസും വീഡിയോസും ഒക്കെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എവിടെയാണ്, എങ്ങനെയാണ് അത് ബുക്ക് ചെയ്യുന്നത്, എത്രയാണ് റേറ്റ് എന്നൊക്കെ. ഞാൻ ഈ റിസോർട്ട് ബുക്ക് ചെയ്തത് BNB ഹോളിഡേസ് ഇടുക്കി എന്ന് പറഞ്ഞൊരു ട്രാവൽ കമ്പനി വഴിയാണ്. മിസ്റ്റർ ബേസിലാണ് എന്നെ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ആർക്കെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഈ നേരെ കാണുന്നതാണ് നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ള കോട്ടേജ്. ഇത് 2 BHK കോട്ടേജ് ആണ്. ഇതിൽ ഡൈനിങ് റൂമും ഡ്രോയിങ് റൂമും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. എടുത്ത് പറയാനുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂമുകളും അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയും ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത്.
അങ്ങനെ മനോഹരമായ ഒരു ദിവസം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വട്ടവടയിൽ നിന്ന് കോവിലൂർ വഴി പഴത്തോട്ടം, അതായത് ക്യാമ്പ് നോയൽ റിസോർട്ട് വരെയുള്ള ഒരു 8 കിലോമീറ്റർ നല്ല ഓഫ് റോഡാണ്. പക്ഷേ ഓട്ടോ വണ്ടി വരെ കയറി പോകുന്നതാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ മാഗ്നേറ്റുമായിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സ്മൂത്തായിട്ട് പതുക്കെ ഓടിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയറി പോകാവുന്നതേ ഉള്ളൂ. വണ്ടി നല്ല കണ്ടീഷൻ ആയിരിക്കണം. ഞാൻ ആ റോഡിൻ്റെ കുറച്ച് വീഡിയോസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിസോർട്ടിൽ വന്നപ്പോൾ നൈറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.